കുറുപ്പിന്റെ വാർത്ത ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ആണെന്ന് ഉറപ്പായും പറയാം. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ട് എന്ന ഈ മണിക്കൂറിലെ അല്ല, ഈ ദിവസത്തെ അല്ല, ഈ ആഴ്ചയിലെ അല്ല, ഒരുപക്ഷെ കഴിഞ്ഞ പോയ വർഷത്തെ ഏറ്റവും വലിയ ബിഗ് എക്സ്പ്ലോസീവ് ബ്രേക്കിംഗ് പ്രേക്ഷകരെ അറിയിക്കുന്നു. വിദേശത്ത് 25 വർഷമായി ഒളിവിലാണ് സുകുമാരക്കുറുപ്പ്. മരിച്ചുപോയിട്ടില്ല, ഹൃദ്രോഗബാധിതനായി സുകുമാരക്കുറുപ്പ് മരിച്ചുപോയിട്ടില്ല. അയാളുടെ ഭാര്യയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഇത് ഇന്നലെ ന്യൂസ് 24 മലയാളത്തിൽ ഹാഷ്മി താജ് ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്ത വാർത്ത. ഇത് കേട്ട് ആകെ മലയാളി കോരിത്തിരിച്ചു പോയി. ഇതാ പിടിച്ചുപോയി സുകുമാരക്കുറുപ്പിനെ. കഴിഞ്ഞ 42 കൊല്ലമായി മലയാളികളെ പറ്റിച്ചുകൊണ്ട്, കേരള പോലീസിനെ പറ്റിച്ചുകൊണ്ട് മുങ്ങി നടക്കുന്ന ആ അതിസൂത്രശാലിയായ ഒരു ക്രിമിനലിനെ ഇതാ കയ്യോടെ നമ്മുടെ ഹാഷ്മിയും ന്യൂസ് 24ഉം പൊക്കിയിരിക്കുന്നു. അവരുടെ ന്യൂസ് സംഘം അയാളുടെ ഒളിത്താവളം അയാൾ താമസിക്കുന്ന ബ്രൂണയിൽ വെച്ച് കയ്യോടെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെ കേട്ട് നമ്മളാകെ കോരിത്തരിച്ചു പോയില്ലേ? ഇത് കേട്ടപ്പോൾ നിങ്ങളും കോരിത്തരിച്ചു പോയി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകുന്നതിന് മുമ്പ് വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. നമ്മൾ പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് ന്യൂസ് 24ഉം ഹാഷ്മി താജും ഒക്കെ ഈ സുകുമാരക്കുറുപ്പിനെ കയ്യോടെ പിടിച്ചത് എന്നല്ലേ? അതിങ്ങനെയാണ്. ഒരു സൈബർ വിദഗ്ധൻ അദ്ദേഹം ഈ സുകുമാരക്കുറുപ്പിന് പുറകെയായിരുന്നു കുറച്ച് കാലമായിട്ട്. കാരണം കേരള പോലീസ് ഏതാണ്ട് തോറ്റ് പിൻവാങ്ങി ആ ഫയലൊക്കെ മടക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ വാർത്ത ഇന്നലെ മലയാള ചാനലുകളൊക്കെ തന്നെ രാവിലെ പുറത്തുവിടുകയും ചെയ്തു. ഇനി പിടിക്കാൻ പോകുന്നില്ല, പഴയ ഫയലൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഫയലുകളൊക്കെ എടുത്തിട്ട് വീണ്ടും ഒന്ന് എടുത്തിട്ട് ഇതിനി എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിക്കും. പുതിയ ഗവൺമെൻറ് വന്നപ്പോഴും അങ്ങനെയൊക്കെ ആലോചിച്ചു. അവരും അപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ ഫയലെടുത്തു. വെറുതെ ഒന്നും കൂടെ ഒരു അന്വേഷണം നടത്തിയിട്ട് അത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞു കാണും, ഇനി കണ്ടെത്താനുള്ളൊരു ചാൻസ് ഇല്ല. ഇനി അവസാനമായി സുകുമാരക്കുറുപ്പ് ഹൃദ്രോഗം വന്ന് മരിച്ചു കാണും എന്നുള്ള ഒരു അസംഷനിൽ ഈ ഫയലൊക്കെ മടക്കി വെച്ചതായിരുന്നു. വീണ്ടും സ്വാഭാവികമായിട്ടും ആ ഫയലെടുത്ത് പരിശോധിച്ച് ഒന്നും കൂടെ അന്വേഷിച്ച് തീർപ്പാക്കാൻ തീരുമാനിച്ച് ഇന്നലെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ദിവസം വൈകുന്നേരമാണ് ഈ ന്യൂസ് 24 ഈ കഥ പുറത്തുവിടുന്നത്. പിടിച്ചു, കണ്ടെത്തി, ഒളിത്താവളം കണ്ടെത്തിയെന്ന്. അത് കണ്ടെത്തുന്നത് ഈ ബ്രൂണയിലെ ഒരു സൈബർ വിദഗ്ധനാണ്. അദ്ദേഹം ഈ സുകുമാരക്കുറുപ്പിൻ്റെ പുറകെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ വിളിക്കുന്ന ഫോണുകളെ, ഫാമിലിയായിട്ട് ബന്ധപ്പെടുന്ന ഈ ചോർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖസാദൃശ്യമുള്ള ഫേസുകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു 3 വർഷം മുമ്പെടുത്ത ഒരു ഫോട്ടോ, അങ്ങനെ അയാളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് അതിവിദഗ്ധമായ ഒരു തിരക്കഥയൊക്കെ ഇന്നലെ ന്യൂസ് 24 നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മളും വിശ്വസിച്ചു പോയി. ഇത്തവണ കുടുങ്ങി, ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നമ്മൾ പരിപൂർണമായി വിശ്വസിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഹാഷ്മിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടെ കേട്ടു നോക്കൂ. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ ബിഗ് എക്സ്പ്ലോഷൻ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പിന്നെ ഞാൻ എന്റെ തോന്നല് ഇതിന്റെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ആ നിർത്തിയ സമയം കൊണ്ട് ഞാൻ അതിന്റെ ഇന്നലെ ന്യൂസ് 24 പുറത്തുവിട്ട ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സൈബർ വിദഗ്ധനായിരുന്നിരിക്കണം. അദ്ദേഹം ഇന്നലെ മുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ന്യൂസ് 24 എൻ്റെ ലേഖകൻ നേരിട്ട് സംസാരിക്കുന്നു. ആ ഭാഗമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇന്ന് മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് ന്യൂസ് 24 കണ്ടു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പെട്ടുപോയി സുകുമാരക്കുറുപ്പ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചത്. എന്നാലും പാരിജാതൻ ഒരു കാര്യം കൂടി, താങ്കൾ കരുതുന്നത് പോലെ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ, ഇന്റർപോൾ തിരയുന്ന ഈ കൊടും കുറ്റവാളി പോലീസ് വലയിലാകും, അതല്ലെങ്കിൽ പൂജപ്പുര ഒരു വലിയ സെൻട്രൽ ജയിലിന്റെ ഉള്ളിലാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ അത് ആഗ്രഹം 94 ഇയാളെ കാണുന്നതിന്റെ അന്ന് മുതൽ എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാര്യം ഇയാള് ഇത്രയും ക്രൂരമായ ഒരു ക്രൂരത കാണിച്ചിട്ട് ഈ മനുഷ്യൻ ഇത്രയും സ്വസ്ഥമായിട്ട് സുഖമായിട്ട് യാതൊരു പ്രശ്നമില്ല, എല്ലാവരും ഫുള്ളാക്കിയിട്ട് ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ ഇയാളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അന്നേ മനസ്സിലുണ്ട്. ഇതാണ് ഇന്ന് ന്യൂസ് 24 ഈ സുകുമാരക്കുറുപ്പിന്റെ ഈ പുതിയ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഒരു വാർത്ത. ഇത് കഴിഞ്ഞ ദിവസം മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കാണിച്ച അദ്ദേഹം തന്നെയാണോ ഇദ്ദേഹം എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള സൈബർ വിദഗ്ധൻ, അതേ സൈബർ വിദഗ്ധനാണോ ഇദ്ദേഹം എന്നും അറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിന് 1996 മുതലേ ബ്രൂണയിൽ ഒളിച്ചു കഴിയുന്ന ഇദ്ദേഹത്തെ പരിചയമുണ്ടത്രേ. അന്നേ സംശയമുണ്ട്, അന്ന് തന്നെ ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തെ പിടിക്കണമെന്ന് പറയുന്നു. അപ്പം നമുക്കൊക്കെ ഒരു ലോജിക്കായിട്ടൊന്ന് ചിന്തിക്കാമല്ലോ. 1996 കഴിഞ്ഞ് 2026 30 കൊല്ലമായി. 30 കൊല്ലം ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാളെ സംശയിച്ച്
ഒരു വിവരവും നമ്മുടെ കേരള പോലീസിനെയോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്ന് പറയില്ലേ? അപ്പം എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ കേരള പോലീസും ഇന്റർപോളും ഒക്കെ പരാജയപ്പെട്ടെടുത്ത് നമ്മുടെ ഒരു മാധ്യമം അതിൻ്റെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം വഴി ഒരു പെരുങ്കള്ളനെ പിടിക്കാൻ പറ്റി, അത് 42 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് വലിയ അഭിമാനകരമായ നേട്ടമാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. ഈ ചിത്രം താങ്കളുടെ സഹോദരന്റെ ആണ്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ടി വിയിൽ വരുന്നതും പത്രങ്ങളിൽ വരുന്ന ചിത്രമാണ്. ഇത് താങ്കളുടെ സഹോദരനാണ്. ഈ സഹോദരൻ എത്ര വർഷം മുമ്പാണ് ഇവിടെ പോയത്? 30 വർഷം കഴിഞ്ഞു. 30 കഴിഞ്ഞു. ഇദ്ദേഹത്തെ നിങ്ങളെ വീട് എവിടെയായിരുന്നു? ശരിക്കും ഇവിടെ തന്നെയാണ്? ഞങ്ങൾ വിരുപ്പാക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഇങ്ങോട്ട് പോന്നതാണ്. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 ആള്. 3 പേര്. ആരൊക്കെ? ഒന്ന് ദാമോദരൻ, ഒന്ന് ഞാൻ, ഒന്ന് എൻ്റെ പെങ്ങൾ പുറത്തു പോയിക്കുക, സരളാദേവി. ഇത് മരുമകളാണ്. ഇപ്പൊ കണ്ടാലും മരുമകനാണ്. എത്ര നാള് മുൻപാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്? അത് 30 വർഷം മുമ്പ്. സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യം ഉണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്നത് തന്റെ അമ്മാവന്റെ പാസ്പോർട്ടും വിവരങ്ങളുമെന്ന തൃശൂർ കരിമാത്ര സ്വദേശി ഗോപിനാഥൻ. ചേട്ടാ, ഈ ഫോട്ടോയില് കാണുന്ന ആളെ ചേട്ടൻ അറിയും? ഇത് എന്റെ വൈഫിന്റെ അമ്മാവനാണ്. എന്താ പേരെന്താ? ദാമോദര മേനോൻ. ആളിപ്പോ എവിടെയാ? ആള് ബ്രൂണയിലുണ്ട്. കുറച്ച് അസുഖമായിട്ട് ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ ആള് നിൽക്കുന്നത്. ഈ ചില വാർത്തകളൊക്കെ ഇങ്ങനെ വരണ കണ്ടിരുന്നോ? ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നല്ലോ? ടിവിയിൽ കണ്ടിരുന്നു, പക്ഷെ അത് എനിക്കൊരു വിശ്വാസമായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മയുടെ സഹോദരനാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി എന്നുള്ളതാണ്. ദാമോദര മേനോൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. സുകുമാരക്കുറുപ്പിന്റേത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ചിത്ര ഉള്ള ദാമോദര മേനോന്റെ കുടുംബത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. പോലീസിന്റെ പ്രതികരണം കേൾക്കാം. വേറെ മറ്റേതെല്ലാം പറയേണ്ടത് സീനിയർ ഓഫീസേഴ്സിന്. ഞാനത് കൊടുക്കുന്നില്ല, ഞങ്ങൾക്കത് കൊടുക്കാൻ പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നടക്കുന്നുണ്ട്. ഇത് അല്ല എന്നാണ് പ്രിമഫേഷ്യൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് ബാക്കിയുള്ള അന്വേഷണം 90% ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയും കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടിക്കാണും. ഇന്നലെയും ഈ വിഷയം കേട്ട ഉടനെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാര്യമായിട്ട് ഈ സുകുമാരക്കുറുപ്പിന്റെ വിഷയമായതുകൊണ്ടാണോ എന്ന് അറിയില്ല, പലർക്കും ഈ വിഷയത്തിൽ താല്പര്യമില്ലാതായിരിക്കുന്നു എന്നാണ്. പക്ഷേ അതല്ല ഇവിടെ നമ്മുടെ വിഷയം. നമ്മുടെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ പരസ്പരം ഒരു ചക്കളത്തി പോരാട്ടം നടത്തുന്നുണ്ട്. അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അത് പല വിധത്തിലാണ്. പരസ്പരം ഈ ചാനലുകൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു റീസെൻ്റായി റിപ്പോർട്ടർ TV ഒക്കെ വന്ന് നികേഷ് കുമാറൊക്കെ പോയതിനു ശേഷം പുതിയ ആൾക്കാർ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചാനലുകാർ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ യുദ്ധം നടക്കുന്നുണ്ട്. 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ യുദ്ധത്തിൻ്റെ ഇരയാണ് സുകുമാരക്കുറുപ്പിൻ്റെ എപ്പിസോഡും എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഏതോ ഒരാളെ, പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം വേറൊരാളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടിക്കപ്പെട്ട ഈ സൈബർ വിദഗ്ധൻ കണ്ടുപിടിക്കപ്പെട്ട ആളുടെ ബന്ധുക്കൾ തന്നെ പുറത്തു വന്ന സ്ഥിതിക്ക് അതാകും ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇപ്പോൾ ഇതും ശരിയാണോ എന്ന് നമുക്കറിയില്ല, മറ്റെന്തെങ്കിലും കഥകൾ വരുമോ എന്നറിയില്ല. പക്ഷെ പൊതുവെ നമ്മുടെ മാധ്യമങ്ങൾ ഈ പ്രേക്ഷകരുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിവിടെ ഭരണത്തെ പോലും തകിടം മറിക്കാനും അട്ടിമറിക്കാനും കെൽപ്പുള്ളതാണെന്ന് അറിയണം. നമ്മൾ ദേശീയ തലത്തിലൊക്കെ ഗോഡി മീഡിയ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ചിലതൊക്കെ ഇവിടെ കേരളത്തിലുണ്ട്. പലതരത്തിലുള്ള മീഡിയകളുണ്ട്. നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്താൽ ഇത്തരം വാർത്തകളുടെ ഉറവിടങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാൽ പല നഗ്ന സത്യങ്ങളും പുറത്തു വരും എന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വലിയ ദൃശ്യമാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേവലം 1-2 ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ദൂരദർശൻ. അവർ തമ്മിൽ മത്സരിക്കേണ്ട കാര്യമില്ല. ഒന്ന് സർക്കാരിൻ്റേതാണ്, ഒന്ന് സ്വകാര്യമായിട്ടുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് സ്വകാര്യ ദൃശ്യമാധ്യമങ്ങൾ ധാരാളം വന്നു. എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ വന്നു. വലിയ തോതിലുള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നടന്നു. സർവൈവലിൻ്റെ ഒരു വലിയ എന്താ പറയേണ്ട, ആ മാർക്കറ്റിൽ എല്ലാ പ്രൊഡക്റ്റും വിൽക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മത്സരം ഉണ്ടല്ലോ. അതിപ്പോൾ വന്ന് പരസ്പരം പോരുവിളിക്കുകയായി, വാർത്തകൾ വെച്ച് വെല്ലുവിളിക്കുകയായി, ബ്രേക്കിംഗ് ന്യൂസുകളായി, അത് പരസ്പരം പഴിചാരുന്ന വിധത്തിലായി, ആ വാർത്തയെ പൊളിക്കാൻ നടക്കുന്ന രീതിയിലായി മറ്റുള്ളവരുടെ പ്രവർത്തനം. അങ്ങനെയാണ് ഒടുവിലായ ഒരു എപ്പിസോഡും കൂടെ പറയാം. മെസ്സി വിവാദത്തിൻ്റെ നമ്മുടെ ഫുട്ബോൾ, ഒരു മെസ്സിയെ കൊണ്ടുവരാൻ ഒരു ചാനലുകാർ സ്പോൺസർ ചെയ്യുന്നു. അതിനെ എങ്ങനെ പാര വെക്കാം എന്നുള്ളതായി മറ്റുള്ളവരുടെ ചിന്ത. അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ഭരണമാറ്റം കൂടെ വന്നു നിന്നപ്പോൾ അതിപ്പോൾ ED അന്വേഷണം വരെ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതാ പുതിയൊരു
സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിച്ചു, ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൊടുക്കുന്നു. മറ്റ് ചാനലുകാരൊക്കെ ആ വാർത്ത തെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് പരക്കം പായുന്നു. അങ്ങനെ പുതിയ വാർത്തയുമായി വരുന്നു. ഇതിനിടയിൽ ഈ പാവം മലയാളി എവിടെ നിൽക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അത് നമ്മുടെ പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.